ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ ടോപ്പിക് എന്ന് പറയുന്നത് ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഒരു ഇൻട്രഡക്ഷനാണ്. സെക്യൂരിറ്റി അനാലിസിസിൻ്റെ അപ്രോച്ച് അനുസരിച്ച് നമ്മൾ പറയേണ്ടായി സെക്യൂരിറ്റി അനാലിസിസ് രണ്ട് തരത്തിൽ ചെയ്യാം അല്ലേ. ഒന്ന് ഫണ്ടമെൻ്റൽ അനാലിസിസ് ആയിട്ട് ചെയ്യാം, രണ്ട് ടെക്നിക്കൽ അനാലിസിസ് ആയിട്ട് ചെയ്യാം. ഇപ്പോൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്താണ്, അതിൻ്റെ എലമെൻറ്റ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ടൂൾസ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കുന്നുണ്ടായി. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് ടെക്നിക്കൽ അനാലിസിസ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ടെക്നിക്കൽ അനാലിസിസ് നോക്കാം. So technical analysis it is a study of historical price movements and stock market behavior in order to identify future trends in prices, recurring patterns and indications of market movement. അപ്പോൾ ടെക്നിക്കൽ അനാലിസിസ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ഹിസ്റ്റോറിക്കൽ പ്രൈസ് മൂവ്മെൻറ്റ്സ്. സ്റ്റോക്ക് മാർക്കറ്റിലുള്ള സെക്യൂരിറ്റിയുടെ പ്രൈസ് മൂവ്മെൻറ്റ്സിൻ്റെ ഹിസ്റ്ററി, ക്ലിയർ, ഡാറ്റ, പ്രീവിയസ് ഡാറ്റ, ക്ലിയർ, അത് പരിശോധിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുള്ള പ്രൈസിലുള്ള ട്രെൻഡ് എന്തായിരിക്കും, കൂടുകയോ കുറയോ ചെയ്യോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള പാറ്റേൺ ആയിരിക്കും പ്രൈസിൻ്റെ മൂവ്മെൻറ്റ്സിൽ വരാൻ സാധ്യത, അല്ലേ? അതുപോലെ തന്നെ എന്തെല്ലാം സൂചകങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കുന്നു. അപ്പം ഇങ്ങനെ സെക്യൂരിറ്റീസ് മാർക്കറ്റിലുള്ള ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് അനാലിസിസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്? ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ക്ലിയർ? സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് ടെക്നിക്കൽ അനാലിസിസ് ബിക്കോസ് ഇറ്റ് യൂസസ് ടെക്നിക്കൽ ഡാറ്റ ഫ്രം മാർക്കറ്റ്. ക്ലിയർ? മാർക്കറ്റ് ഡാറ്റ അനലൈസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നില്ല? ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഷെയർസ് അണ്ടർ പ്രൈസ് ആണോ ഓവർ പ്രൈസ് ആണോ നമ്മൾ നോക്കുന്നില്ല. പകരം എന്ത് ചെയ്യുന്നു? ഇൻസ്റ്റഡ് വി ആർ മേക്കിംഗ് ആൻ അനാലിസിസ് ഇൻ ടു ദി മാർക്കറ്റ് ഡാറ്റ wherein and whereby we will try to know what will be the future trend in prices, what will be the direction of price movement. അങ്ങനെ അത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എന്ത് ചെയ്യണം, വാങ്ങിക്കണോ വിൽക്കണോ, ഇപ്പം എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ പറ്റും. ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടി സെക്യൂരിറ്റി അനലൈസ് ചെയ്യുന്നുള്ള വേറൊരു അപ്രോച്ചാണ് അല്ലെങ്കിൽ ഒരു മെത്തേഡാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ ട്രേഡിംഗ് ഡിസിപ്ലിൻ employed to evaluate investments and identify trading opportunities by analyzing statistical trends gathered from historical trading activities such as price movements, volume of trade, clear, ഇങ്ങനെ വോള്യൂമോ പ്രൈസ് മൂവ്മെൻറ്റ്സോ ഓക്കെ ഇങ്ങനെ എല്ലാം എടുത്തുകൊണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മേക്കിംഗ് an assessment, clear, of what will be the future trend. ഓക്കെ, പ്രൈസിൻ്റെ ഫ്യൂച്ചർ മൂവ്മെൻറ്റ്സ് എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കാം, നിയർ ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കാം, ഏത് തരത്തിൽ നമ്മളതിനെ കൗണ്ടർ ചെയ്യണം, അല്ലെങ്കിൽ ഏത് തരത്തിൽ നമുക്കതിനെ മാനേജ് ചെയ്യാം എന്നൊക്കെ തീരുമാനം എടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന ഒരു കാര്യമാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് ഫോർകാസ്റ്റിംഗ് ഓഫ് ഫ്യൂച്ചർ പ്രൈസ് മൂവ്മെൻറ്റ്സ് ബേസ്ഡ് ഓൺ ദി എക്സാമിനേഷൻ ഓഫ് പാസ്റ്റ് പ്രൈസ് ഡാറ്റ. ഇവിടെ എന്ത് ചെയ്യുന്നു? ഫ്യൂച്ചർ പ്രൈസ് മൂവ്മെൻറ്റ്സിനെ മനസ്സിലാക്കാൻ വേണ്ടി പാസ്റ്റ് ഡാറ്റ നമ്മൾ അനലൈസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ടെക്നിക്കൽ അനാലിസിസ് വളരെ കാലം തൊട്ട് തന്നെ നടപ്പിൽ ഉണ്ട്. ക്ലിയർ? നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കേസസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുന്ന സമയം മുതൽ തന്നെ ടെക്നിക്കൽ അനാലിസിസ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഉപയോഗിച്ച് വരുന്നുണ്ട്. പക്ഷേ എങ്കിലും 1900 ശേഷമാണ്, 1900 ആ പീരീഡിൻ്റെ ഏർലി സ്റ്റേജസ് മുതലാണ് ക്ലിയർ ടെക്നിക്കൽ അനാലിസിസിന് കുറച്ചുകൂടെ സ്കോപ്പ് ഉണ്ടാവുകയും അത് ഡെവലപ്പ് ചെയ്യുകയും അതൊരു ഡിസിപ്ലിനായിട്ട് മാറുകയും ചെയ്തത്. പ്രത്യേകിച്ചും 1930കൾക്കൊക്കെ ശേഷം ഇത് ഒരു പ്രധാനപ്പെട്ട മെത്തേഡായിട്ട് വരാൻ തുടങ്ങി. ഓക്കെ, സോ മോഡേൺ ടെക്നിക്കൽ അനാലിസിസ് ഒറിജിനേറ്റഡ് ഫ്രം ദി ഡവ് തിയറി ഓഫ് ചാൾസ് ഡവ്. ചാൾസ് ഡവ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ് ഡവ് തിയറി, DOW, ഡവ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അദ്ദേഹം ഒരു 76 അല്ലെങ്കിൽ 80 വർഷത്തോളമുള്ള സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഡാറ്റ മുഴുവൻ അനലൈസ് ചെയ്യുകയും ക്ലിയർ അതിൽ നിന്ന് ചില ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്തിട്ട്
പ്രസൻറ്റ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, അതിനെയാണ് എന്ത് പറയുന്നത്, ഡൗ തിയറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താണ് നമ്മൾ പിന്നീട് നോക്കുന്നുണ്ട് എങ്കിലും. അപ്പോൾ ഈ ഡൗ തിയറിയുടെ ആണ് ഒരു പക്ഷേ മോഡേൺ ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഒരു പ്രിമിസസ് എന്ന് പറയാം. ക്ലിയർ? ആൾസോ കോൾഡ് ആസ് ചാർട്ട് അനാലിസിസ്. ഇവിടെ ടെക്നിക്കൽ അനാലിസിസ് മിക്കവാറും നമ്മൾ ഉപയോഗിക്കുന്നത് ചാർട്ടുകളാണ്. ചാർട്ടിങ് ഈസ് എ മെത്തേഡ്, ക്ലിയർ, ഫോർ ടെക്നിക്കൽ അനാലിസിസ്. നമ്മൾ നേരത്തെ ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്തപ്പോൾ ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേഷൻ അതിൻ്റെ മോഡൽസ് ഒക്കെ പറഞ്ഞു അല്ലേ. ഇവിടെ അതൊന്നും ചെയ്യുന്നില്ല, പകരം എന്ത് ചെയ്യുന്നു, ചാർട്ടുകൾ, ഡയഗ്രാംസ്, ഗ്രാഫിക്സ്, ക്ലിയർ, ഇതൊക്കെയാണ് സാധാരണ ഇതിൽ ഉപയോഗിക്കുക. അപ്പം അങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട് ചാർട്ട് ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആയതുകൊണ്ട് ഈ അനാലിസിസിനെ ചാർട്ട് അനാലിസിസ് എന്നൂടെ പറയാറുണ്ട്. സോ എ വെറൈറ്റി ഓഫ് സ്റ്റോക്ക് ചാർട്ട്സ്, ക്ലിയർ. അപ്പോൾ അങ്ങനെയുള്ള ചാർട്ടുകൾ ഏതൊക്കെയായിരിക്കും എന്ന് ചോദിച്ചാൽ ലൈൻ ഗ്രാഫ് ഉണ്ട്, അതുപോലെ തന്നെ ബാർ ഡയഗ്രാം, ക്യാൻഡിൽസ്റ്റിക് ചാർട്ട്, ക്ലിയർ, പോയിന്റ് ആൻഡ് ഫിഗർ ചാർട്ട്, അതുപോലെ തന്നെ ട്രെൻഡ് ലൈൻസ്, റിവേഴ്സൽ ട്രെൻഡ് ലൈൻസ്, ക്ലിയർ. പിന്നെ ഒട്ടനവധി ആയിട്ടുള്ള അതുപോലെ പാറ്റേൺസ്, ഇതൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഉപയോഗിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ടൂൾ എന്ന് പറയുന്നത് ചാർട്ടിംഗ് ആണ്, ചാർട്ട്സ് ആണ്. ക്ലിയർ? ചാർട്ട് എന്ന് പറഞ്ഞാൽ ഡയഗ്രാംസ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ചാർട്ട് അനാലിസിസ് എന്ന് പറയുന്നു. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സൈക്കോളജിക്കൽ അപ്രോച്ച് അല്ലേ. നമ്മൾ നേരത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രോച്ചുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ 4 അപ്രോച്ചുകൾ പറഞ്ഞു അല്ലേ. ഫണ്ടമെൻ്റൽ അപ്രോച്ച്, സൈക്കോളജിക്കൽ അപ്രോച്ച് അല്ലേ, അക്കാഡമിക് അപ്രോച്ച്, എക്ലക്റ്റിക് അപ്രോച്ച് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൽ ഇവിടെ ടെക്നിക്കൽ അനാലിസിസ് എന്തിനനുസരിച്ച് വരുന്നതാണ്, സൈക്കോളജിക്കൽ അപ്രോച്ച് അനുസരിച്ച് വരുന്നതാണ്. ഇവിടെ എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റേഴ്സിൻ്റെ മാർക്കറ്റിൻ്റെ ബിഹേവിയർ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റഡി ചെയ്യുന്നു. ക്ലിയർ? പ്രൈസ് മൂവ്മെൻറ്റ്സിൻ്റെ ബിഹേവിയർ സ്റ്റഡി ചെയ്യുന്നു. പ്രൈസ് മൂവ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും അത് മൂവ് ചെയ്യുക. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബിഹേവിയർ സ്റ്റഡി ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് അവർ ബുള്ളിഷ് ആണോ അല്ലെങ്കിൽ അവർ ബിയറിഷ് ആണോ, ഒരു പ്രോസ്പെക്ട്സ് കാണുന്ന ആൾക്കാരാണോ, അല്ല കൂടുതലും ആൾക്കാരും നെഗറ്റീവായിട്ട് കാണുന്ന ആൾക്കാരാണോ, ഇതൊക്കെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാം. സോ these analyses are based on the behavior of investors and behavior of stock prices in the market. Okay. Assumptions of technical analysis. ടെക്നിക്കൽ അനാലിസിസിൽ വരാവുന്ന അസംഷൻ എന്തൊക്കെയാണ്? കുറച്ച് അസംഷൻസ് നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ അനാലിസിസ് ചെയ്യുന്നത്. ഒന്നാമത്തെ അസംഷൻ, മാർക്കറ്റ് ഡിസ്കൗണ്ട്സ് എവറിത്തിങ്, പ്രൈസ് ഡിസ്കൗണ്ട് എവറിത്തിങ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ മാർക്കറ്റ് ഡിസ്കൗണ്ട്സ് എവറിത്തിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ആ സമയത്ത് നിലവിൽ നിൽക്കുന്ന എല്ലാ ഇൻഫർമേഷനെയും, കമ്പനിയെ സംബന്ധിക്കുന്ന, എക്കണോമിയെ സംബന്ധിക്കുന്ന, ഇൻഡസ്ട്രിയെ സംബന്ധിക്കുന്ന, ഗവൺമെൻറ് പോളിസിയെ സംബന്ധിക്കുന്ന ഒക്കെ എല്ലാ ഇൻഫർമേഷനും എന്ത് ചെയ്യും, അതിൻ്റെ വാല്യൂ അനുസരിച്ച്, മെറിറ്റ് അനുസരിച്ച് എന്ത് ചെയ്യുന്നു, കൺസിഡർ ചെയ്യുകയും അതിനെ പ്രൈസിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയും റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും. എവിടെ? മാർക്കറ്റിൽ. അതുകൊണ്ട് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് യൂസ് ചെയ്യുന്ന ഒരു അസംഷനാണ്, ഏത് തരത്തിലുള്ള ഇൻഫർമേഷൻ ആണെങ്കിലും, ക്ലിയർ, അതെല്ലാം എവിടെ അഡ്ജസ്റ്റ് ചെയ്യപ്പെടും, റിഫ്ലക്റ്റ് ചെയ്യപ്പെടും, സ്റ്റോക്ക് മാർക്കറ്റിൽ. ക്ലിയർ? അതുകൊണ്ട് നമുക്ക് അതിനെന്ത് പറയാം, മാർക്കറ്റ് ഡിസ്കൗണ്ട്സ് എവറിത്തിങ്. ക്ലിയർ? പോസിറ്റീവായിട്ട് വരുന്ന ഒരു ഇൻഫർമേഷൻ ആണെങ്കിൽ പോസിറ്റീവായിട്ട് റിഫ്ലക്റ്റ് ആവും. ക്ലിയർ? നെഗറ്റീവായിട്ട് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ ആണെങ്കിൽ നെഗറ്റീവായിട്ട് റിഫ്ലക്റ്റ് ആവും. ക്ലിയർ? അപ്പോൾ മാർക്കറ്റിലെ ഡിമാൻഡ് കൂടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉടനെ എന്ത് ചെയ്യും, പോസിറ്റീവായിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്യും, പ്രൈസസ് ഒക്കെ കൂടാൻ തുടങ്ങും. ക്ലിയർ? അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻ, അപ്പോൾ കോവിഡ് ഒക്കെ വന്നിട്ടുണ്ട്, ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് കുറയും, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കുറയും, GDP കുറയും. അപ്പോൾ എന്താവും, മാർക്കറ്റ് അതിനനുസരിച്ച് കുറയും. ക്ലിയർ? പ്രൈസസ് അതിനനുസരിച്ച് കുറയും. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വാറ് നടക്കാനുള്ള സാഹചര്യം ഉണ്ടെന്നൊരു ന്യൂസ് വരികയെന്ന് വിചാരിക്കുക, ഉടനെ പ്രൈസുകളൊക്കെ എന്ത് ചെയ്യും, അതുമായി ബന്ധപ്പെട്ട് വരാവുന്ന കമ്പനിയുടെ പ്രൈസസൊക്കെ വ്യത്യാസം വരും. ക്ലിയർ? അപ്പോൾ അതുപോലെ തന്നെ അങ്ങനെയുള്ള ഫ്യൂച്ചർ എന്ത് തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സ് വന്നാലും, നാഷണൽ ആയിക്കോട്ടെ, ഇൻ്റർനാഷണൽ ആയിക്കോട്ടെ, അതുപോലെ തന്നെ എക്കണോമിക്കൽ ആയിക്കോട്ടെ, ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിക്കോട്ടെ, കമ്പനിയുടെ ഡാറ്റ ആയിക്കോട്ടെ, ഇതെല്ലാം എന്ത് ചെയ്യുന്നു, മാർക്കറ്റിൽ പ്രൈസിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രൈസ് ഡിസ്കവറി മെക്കാനിസം മാർക്കറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നു, മാർക്കറ്റ് ഡിസ്കൗണ്ട്സ് എവറിത്തിങ് അല്ലെങ്കിൽ പ്രൈസ് ഡിസ്കൗണ്ട്സ് എവറിത്തിങ് എന്നുള്ളൊരു അസംഷൻ എടുക്കുന്നു. ക്ലിയർ? സെക്കൻഡ് വൺ, മാർക്കറ്റ് മൂവ്സ് ഇൻ ട്രെൻഡ്സ് ഓർ പ്രൈസ് മൂവ്സ് ഇൻ ട്രെൻഡ്സ്. മാർക്കറ്റിലുള്ള സെക്യൂരിറ്റീസിൻ്റെ പ്രൈസ് ട്രെൻഡുകളായിട്ടാണ് മൂവ് ചെയ്യുന്നത്. ക്ലിയർ? ഒരേ ലൈനിൽ പോകുന്നില്ല. പിന്നെ എന്ത് ചെയ്യുന്നത്, ഇറ്റ് മൂവ്സ് ഇൻ ട്രെൻഡ്സ്, ഒരേപോലെ നിൽക്കാതെ ട്രെൻഡുകളായിട്ട് ഇത് രൂപപ്പെടും. ക്ലിയർ? ചില സമയത്ത് അത് അപ് ട്രെൻഡ് ആയിരിക്കും. എന്താ അപ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ, കൂടി വരുന്നൊരു ടെൻഡൻസി ഉണ്ടാവാം. ചില സമയത്ത് എന്ത് ചെയ്യും, ഡൗൺ ട്രെൻഡ് ആയിരിക്കാം, കുറഞ്ഞു വരുന്നൊരു ടെൻഡൻസി ഉണ്ടാവാം. ഇങ്ങനെ അപ് ട്രെൻഡും
ഡൗൺ ട്രെൻഡൊക്കെ ആയി. ക്ലിയർ? ട്രെൻഡിൻ്റെ രൂപത്തിലാണ്, അല്ലെങ്കിൽ ട്രെൻഡ് റിവേഴ്സൽസിൻ്റെ രൂപത്തിലാണ് ക്ലിയർ കാണപ്പെടുക. അപ്പോൾ മോസ്റ്റ്ലി പ്രൈസസ് ഇൻ ദ മാർക്കറ്റ്, ക്ലിയർ, സ്റ്റോക്ക് മാർക്കറ്റ് മൂവ്സ് ഇൻ ട്രെൻഡ്സ്. ഈ ട്രെൻഡ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ വാങ്ങിക്കണോ വിൽക്കണോ എന്ത് ചെയ്യണമെന്ന് തീരുമാനം എടുക്കാൻ പറ്റും അല്ലേ? ഇപ്പോൾ വില കൂടിക്കൊണ്ടുവരുന്നൊരു ട്രെൻഡാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വാങ്ങിക്കാം. കാരണം എന്താ? വീണ്ടും വില കൂടും, അപ്പോൾ നമുക്ക് വിൽക്കാൻ പറ്റും. ക്ലിയർ? വില കുറഞ്ഞു വരുന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ തന്നെ ഉള്ളത് വിൽക്കാൻ പറ്റും. അപ്പോൾ വീണ്ടും വില കുറയുമ്പോൾ നമുക്ക് വീണ്ടും തിരിച്ച് വാങ്ങിക്കാൻ പറ്റും. ഇങ്ങനെ ട്രെൻഡുകൾ ഉണ്ടാകുന്നു. അപ്പോൾ ട്രെൻഡിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ അസംഷനായിട്ട് പറയുന്നു മാർക്കറ്റ് മൂവ്സ് ഇൻ ട്രെൻഡ്സ്. മൂന്നാമത്തത് ഹിസ്റ്ററി ടെൻസ് ടു റിപ്പീറ്റ്. ക്ലിയർ? റിക്കറൻസ് ഓഫ് പാസ്റ്റ് ആണ്, പാസ്റ്റ് ഈവൻസ് ആണ്. ക്ലിയർ? നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അനാലിസിസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ, പ്രൈസ് ഡാറ്റയും മാർക്കറ്റ് ഡാറ്റയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചില കാര്യങ്ങൾ ഒരു നിശ്ചിത പീരീഡ് കഴിഞ്ഞാൽ വീണ്ടും 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 ആവർത്തിച്ച് വരുന്നതായിട്ട് കാണാൻ പറ്റും. അതിന് നിശ്ചിത പീരീഡ് എന്ന് പറഞ്ഞിട്ടൊരു സമയ ഘടനയൊന്നും ഉണ്ടാവില്ല. ക്ലിയർ? പക്ഷേ ദാറ്റ് വിൽ റിപ്പീറ്റ്. ക്ലിയർ? സോ ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് കൂടുന്നു, കുറേ കഴിയുമ്പോൾ വീണ്ടും കുറയും, വീണ്ടും കുറേ കഴിയുമ്പോൾ വീണ്ടും കൂടും. ക്ലിയർ? അപ്പം ഇങ്ങനെ കൂടുകയും കുറയുകയും ചെയ്യുന്ന ഒരു പ്രവണത നമുക്ക് കാണാൻ പറ്റും. എപ്പോഴും കൂടിക്കൊണ്ടിരിക്കില്ല, എപ്പോഴും കുറഞ്ഞുകൊണ്ടിരിക്കില്ല. കുറച്ച് കൂടും, പിന്നീട് കുറയും, പിന്നെ വീണ്ടും കൂടും, വീണ്ടും കുറയും. ഇങ്ങനെ ഒരു ടെൻഡൻസി കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് പ്രൈസിൻ്റെ മൂവ്മെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ചില പാറ്റേൺ ഒക്കെ വരാം. ക്ലിയർ? ചില ഷേപ്സും ഫോർമേഷൻസ് ഒക്കെ വരാം. അത് കുറേ കഴിയുന്ന സമയത്ത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. ഇതുപോലെ ജസ്റ്റ് ലൈക്ക് എ ബിസിനസ് സൈക്കിൾ. ക്ലിയർ? ഒരു സൈക്ലിക്കൽ അപ്രോച്ച് പോലെ നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ പറ്റും. അപ്പോൾ നേരത്തെ വന്നിട്ടുള്ള ഒരേ തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റ് പിന്നീട് എപ്പോഴെങ്കിലും വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതിൻ്റെ ഏർലി സ്റ്റേജ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇനി അത് തുടർന്ന് എങ്ങനെ പോകുമെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റും. ക്ലിയർ? അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ? പ്രൈസ് മൂവ്മെൻറ്റ്സിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതെന്ത് ചെയ്യുന്നു? ഹിസ്റ്ററി ടെൻസ് ടു റിപ്പീറ്റ്. പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നു? റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ റിപ്പീറ്റേഷൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ, ക്ലിയർ, അതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റേജ് എന്താണ്, ഇനീഷ്യൽ സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് സബ്സിക്വൻ്റ്ലി എന്ത് വരും നമുക്ക് അറിയാൻ പറ്റും. ക്ലിയർ? അല്ല ഒരു സ്റ്റേജിൻ്റെ അവസാനമാണെങ്കിൽ സബ്സിക്വൻ്റ്ലി എന്താണ് സംഭവിക്കാൻ പോകുക നമുക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രെഡിക്റ്റീവ് അനാലിസിസ് ചെയ്യാം. അപ്പോൾ ഡൗ തിയറിയിലൊക്കെ അദ്ദേഹം അനലൈസ് ചെയ്തിട്ട് നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ക്ലിയർ, 70-80 വർഷത്തെ സ്റ്റോക്ക് ഡാറ്റ അനലൈസ് ചെയ്തിട്ട് പറയുന്നത് പല സമയത്തും എന്ത് ചെയ്യുന്നു? ഈ ഹിസ്റ്റോറിക്കൽ ഡാറ്റ അല്ലെങ്കിൽ ഒരു ടെൻഡൻസി, ആ ടെൻഡൻസി എന്ത് ചെയ്യുന്നു? റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു സാഹചര്യം കാണാൻ പറ്റും. ക്ലിയർ? സോ ദാറ്റ് ഈസ് അബൌട്ട് ഹിസ്റ്ററി ടെൻസ് ടു റിപ്പീറ്റ്. ക്ലിയർ? റിക്കറൻസ് ഓഫ് പാസ്റ്റ് മൂവ്മെൻറ്റ്. ക്ലിയർ? പാസ്റ്റ് മൂവ്മെൻറ്റ്സ് എന്താണോ അത് അതേപോലെ തന്നെ വീണ്ടും ആവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. ദെൻ നെക്സ്റ്റ് അസംഷൻ, പ്രൈസ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദി ഇൻ്ററാക്ഷൻ ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ്. മാർക്കറ്റിലുള്ള സപ്ലൈ ആൻഡ് ഡിമാൻഡ് ആണ് എന്തിനെ നിശ്ചയിക്കുന്നത്? പ്രൈസിനെ നിശ്ചയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. ക്ലിയർ? സോ ഇൻ ദ മാർക്കറ്റ് പ്രൈസ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദി ഫോഴ്സ് ഓഫ് ഇൻ്ററാക്ഷൻസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ദ ഡിമാൻഡ് വാങ്ങിക്കാനുള്ള ആൾക്കാർ അല്ലേ, എന്താ സപ്ലൈ വിൽക്കാനുള്ള ആൾക്കാർ. അപ്പോൾ വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യാനുള്ള സപ്ലൈ ആൻഡ് ഡിമാൻഡ് അല്ലേ, ഇതിൻ്റെ ഇൻ്ററാക്ഷൻ അനുസരിച്ചിട്ടാണ് പ്രൈസ് മൂവ്മെൻറ്റ്സ് ഉണ്ടാവുക അല്ലേ. ഇപ്പോൾ ഡിമാൻഡ് വളരെ കൂടുതലാണ്, വിൽക്കാനുള്ള ആൾക്കാരുടെ എണ്ണം കുറവാണെങ്കിൽ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി വില കൂടും അല്ലേ. അതുപോലെ തന്നെ ഡിമാൻഡ് വളരെ കുറവാണ് പക്ഷേ വിൽക്കാനുള്ള ആൾക്കാരുടെ എണ്ണം കൂടുതലാണെന്ന് വിചാരിക്കുക, അപ്പോൾ എന്ത് ചെയ്യും? വില കുറയാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് മാർക്കറ്റിൽ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ പ്രൈസസ് എങ്ങനെ നിശ്ചയിക്കപ്പെടുന്നു? ഫോഴ്സ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ച് വരും. ദെൻ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്സ് ആൻഡ് സപ്ലൈ ബ്രിങ്സ് ചേഞ്ചസ് ഇൻ ട്രെൻഡ്. ഒരു ട്രെൻഡ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക, അതിൽ ഡിമാൻഡിലും സപ്ലൈയിലും വരുന്ന ഒരു ഷിഫ്റ്റ്. ക്ലിയർ? അതെന്തിന് കാരണമാകുന്നു? ട്രെൻഡ് ഷിഫ്റ്റ് ചെയ്യുന്നതിനും കാരണമാകുന്നു. ക്ലിയർ? ഒരു ട്രെൻഡ് എപ്പോഴും അതേപോലെ തന്നെ തുടരില്ല, അത് ഡിമാൻഡോ സപ്ലൈയിലോ വരുന്ന ഒരു ഷിഫ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു? മാർക്കറ്റിലുള്ള പ്രൈസിൻ്റെ ട്രെൻഡോ അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് തന്നെയോ മാറുന്നു. ക്ലിയർ? സോ ദെൻ അടുത്ത അസംഷൻ, മാർക്കറ്റ് ഡാറ്റ ക്യാൻ ബി യൂസ്ഡ് ടു പ്രെഡിക്റ്റ് ഫ്യൂച്ചർ പ്രൈസ് ബിഹേവിയർ. മാർക്കറ്റിലുള്ള ഡാറ്റയെ നമുക്ക് എന്തിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റും? ഫ്യൂച്ചർ പ്രഡിക്ഷന് വേണ്ടി, ഫ്യൂച്ചർ പ്രൈസ് പ്രഡിക്ഷന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്ന അസംഷൻസ് അല്ലെങ്കിൽ പോസ്റ്റുലേഷൻസ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുന്നത്. കുറേയധികം ടേംസ് അല്ലെങ്കിൽ പോയിന്റ്സ് ഓഫ് കൺസിഡറേഷൻ അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടെക്നിക്കൽ അനാലിസിസ് വർക്കൗട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഡാറ്റ പരിശോധിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും വരുന്ന ഒരു 3-4 ഘടകങ്ങളുണ്ട്. ക്ലിയർ?
എന്തൊക്കെയാണത്? ഒന്ന് പ്രൈസാണ്, പിന്നെ ഒന്ന് വോള്യമാണ്, പിന്നെ ഒന്ന് അതിൻ്റെ ടൈം പീരീഡാണ്, പിന്നെ വേറെ ഒന്ന് അതിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയും. ക്ലിയർ? ഇങ്ങനെ 4 പ്രധാനപ്പെട്ട ഘടകമുണ്ട്. അതിന് പുറമെ വേറെയും കുറച്ച് ഫാക്ടർ കൂടെ നമുക്ക് കൺസിഡർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് ഒരു ടെർമിനോളജീസ് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കിപ്പോൾ. ക്ലിയർ? പ്രൈസ് എന്താണ് പ്രൈസ്? മാർക്കുള്ള പ്രൈസാണ് നമ്മൾ സാധാരണ ഇതിൽ കമ്പാരിസന് വേണ്ടി, അനാലിസിസിന് വേണ്ടി, ചാർട്ടിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. ക്ലിയർ? നിങ്ങളൊരു പക്ഷേ ബിസിനസ് ന്യൂസൊക്കെ കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ കേൾക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ നോക്കുകയാണെങ്കിൽ, അല്ലേ, ബിസിനസ് പേജ് എടുത്ത് നോക്കൂ, അതിലെന്തുണ്ടാവും? പ്രൈസ് മൂവ്മെൻറ്റ്സിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്, അല്ലേ? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇത്ര കൂടി എന്നിട്ടൊരു ഗ്രാഫ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക, അല്ലേ? ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ടാവും, അതിൽ ഒരു ഗ്രാഫിക്കലായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ടാവും. ക്ലിയർ? ഇങ്ങനെ ഇത് തന്നെയാണ് പ്രൈസസിൻ്റെ കാര്യത്തിൽ നമ്മൾ എടുക്കുന്നത്. പ്രൈസ് മൂവ്മെൻറ്റ്സ് എന്തായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു? ഗ്രാഫിക്കലി ചെയ്യുന്നു. അപ്പോൾ ഇതൊരു ചാർട്ട് അനാലിസിസ് ആണ്, അല്ലേ? അതുകൊണ്ട് ചാർട്ടുകളുടെ പ്രിപ്പറേഷൻ വഴിയാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്, എലമെൻ്റ് എന്ന് പറയുന്നത് പ്രൈസ് ആണ്. ക്ലിയർ? സോ ശരി. അപ്പോൾ ടെക്നിക്കൽ അനാലിസിസിന് വേണ്ടി നമ്മൾ പ്രൈസ് എടുക്കുമ്പോൾ ഈ പ്രൈസിനെ 4 സാധാരണ ഡിവൈഡ് ചെയ്യാറുണ്ട്. എന്തൊക്കെ പ്രൈസുകളാണ് നമുക്ക് അവൈലബിൾ ആവുക? അല്ലെങ്കിൽ നിങ്ങൾ ന്യൂസ് പേപ്പറിൽ ബിസിനസ് ലൈനോ ഹിൻഡോ ഇന്ത്യൻ എക്സ്പ്രസ്സോ എടുത്ത് നോക്കുകയാണെങ്കിൽ, അല്ലേ, അതിൽ കാണാൻ പറ്റുന്ന പ്രൈസ് എന്തൊക്കെ പ്രൈസിനെ കുറിച്ച് അതിൽ കോട്ട് ചെയ്തിട്ടുണ്ടാവും? ഓപ്പണിംഗ് പ്രൈസ് കൊടുത്തിട്ടുണ്ടാവും, അല്ലേ? ഒരു ഹൈ പ്രൈസ് കൊണ്ട് കൊടുത്തിട്ടുണ്ടാവും, ലോ പ്രൈസ് കൊണ്ട് കൊടുത്തിട്ടുണ്ടാവും, ക്ലോസ് പ്രൈസ് കൊണ്ട് കൊടുത്തിട്ടുണ്ടാവും. ക്ലിയർ? അപ്പോൾ ഒരേ സമയം തന്നെ പ്രൈസ് എങ്ങനെയൊക്കെ ഉണ്ടാവാം? ഓപ്പൺ, ഹൈ, ലോ ആൻഡ് ക്ലോസ്. ഓക്കെ, എന്താണ് ഓപ്പൺ പ്രൈസ്? സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത്, ക്ലിയർ, ഉണ്ടായിരുന്ന ട്രേഡ് ചെയ്യുന്ന സമയത്തുള്ള ആദ്യത്തെ പ്രൈസ്, അതിനെന്ത് പറയുക? ഓപ്പണിംഗ് പ്രൈസ് ഓർ ഓപ്പൺ പ്രൈസ്. ക്ലിയർ? സോ ഓപ്പണിംഗ് പ്രൈസ് ഈസ് എ പ്രൈസ് അറ്റ് ദി ഓപ്പണിംഗ് അവർ ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ്. എന്താ ഓപ്പണിംഗ് അവർ എന്ന് പറഞ്ഞാൽ? ട്രേഡിംഗ് ആക്ടിവിറ്റി കമൻസ് ചെയ്യുന്ന സമയം. ക്ലിയർ? സാധാരണ ഇന്ത്യയിൽ 9 മണിക്ക് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുമെങ്കിലും 9:15 വരെ നമ്മൾ എന്ത് ചെയ്യില്ല? ഇൻഡെക്സ് ഒന്നും വർക്കൗട്ട് ചെയ്യില്ല. ക്ലിയർ? 9:15 വരെയുള്ള ഡാറ്റ മുഴുവൻ എടുത്തിട്ട് അതിനെ വെയ്റ്റഡ് ആവറേജ് എടുത്തിട്ട് എന്ത് ചെയ്യും? അതാണ് പബ്ലിഷ് ചെയ്യുക. ആ ഡാറ്റയ്ക്കാണ് എന്ത് പറയുക? ഓപ്പൺ പ്രൈസ്. അത് 9:15 ആണ് പബ്ലിഷ് ചെയ്യുന്നത്. ക്ലിയർ? സോ ദിസ് ഈസ് എ ഫസ്റ്റ് പ്രൈസ് ഇൻഫർമേഷൻ. അതുകൊണ്ട് അങ്ങനെ ആദ്യം കിട്ടുന്ന ആ പ്രൈസ് ഇൻഫർമേഷൻ എന്ത് പറയും? ഓപ്പൺ പ്രൈസ്. ക്ലിയർ? അപ്പോൾ അതിന് അടുത്ത് വരുന്നതാണ് എന്ത്? ഹൈ പ്രൈസ്, അല്ലേ? നമുക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റ് സാധാരണ പ്രവർത്തിക്കുന്നത് രാവിലെ 9 മണി മുതൽ, ക്ലിയർ, വൈകുന്നേരം 3:30 വരെയാണ്. ക്ലിയർ? 3:30 വരെയാണ്. ഓക്കെ, അപ്പോൾ ഈ പീരീഡിനുള്ളിൽ അതിൻ്റെ സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ, അല്ലെങ്കിൽ 9:15 ആദ്യത്തെ ഇൻഡെക്സ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മുതൽ, ക്ലിയർ, 3:30 ക്ലോസ് ചെയ്യുന്നത് വരെയുള്ള സമയത്ത് ഏറ്റവും കൂടുതൽ എന്ത് വിലയ്ക്കൊരു ഷെയർ വിറ്റുപോയിട്ടുണ്ടോ അതിന് നമ്മൾ എന്ത് പറയും? ഹൈ പ്രൈസ് എന്ന് പറയും. ക്ലിയർ? ഇപ്പോൾ ഒരു ദിവസം 100 രൂപയ്ക്ക് സ്റ്റാർട്ടിങ് വിൽപ്പന ആരംഭിച്ചൊരു സ്റ്റോക്ക് 11 മണിയോ 12 മണിയോ ആകുമ്പോൾ ചിലപ്പോൾ 120 രൂപ ആയിട്ടുണ്ടാവും. അപ്പോൾ ഹൈ പ്രൈസ് എത്രയാണ്? 120. ക്ലിയർ? ഓക്കെ, സോ ഇറ്റ് ഈസ് ദി ഹയസ്റ്റ് പ്രൈസ് കോട്ടഡ് ഡ്യൂറിങ് ദ ഇയർ. ക്ലിയർ? ഡ്യൂറിങ് ദ ഡേ, ആ ദിവസം കോട്ട് ചെയ്തിരിക്കുന്ന ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പ്രൈസ്. ദെൻ ലോ പ്രൈസ്. എന്താ ലോ പ്രൈസ്? ലോവസ്റ്റ് പ്രൈസ് കോട്ടഡ് ഫോർ ദി ഡേ. ആ ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില എത്രയാണ്? ക്ലിയർ? ഫോർ എക്സാമ്പിൾ ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് പ്രൈസ് 100 രൂപയിൽ നിന്ന് 120 രൂപയിൽ നിന്ന് കുറഞ്ഞ് 100 നിലവത്തിന് 90 രൂപയായിട്ട് മാറിയെന്ന് വിചാരിക്കുക. അപ്പോൾ 90 രൂപ എന്താ? ലോവസ്റ്റ് പ്രൈസാണ്. ക്ലിയർ? അപ്പോൾ 100 റുപ്പീസിന് സ്റ്റാർട്ട് ചെയ്തു, 120 വരെ എത്തി, വീണ്ടും 90ലേക്ക് കുറഞ്ഞു. ക്ലിയർ? അപ്പോൾ 90 ആയി. ദെൻ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ക്ലോസ് പ്രൈസ് എന്താണ്? അപ്പോൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് 3:30 ക്ലോസ് ചെയ്യും. ക്ലിയർ? ഒരു 15 മിനിറ്റ്സ് ഗ്യാപ്പ് ഉണ്ടാവും. അതുവരെ ഇൻഡെക്സ് വർക്കൗട്ട് ചെയ്യില്ല. ആ 15 മിനിറ്റ്സ് വരെ ട്രേഡിംഗ് കൊടുത്തിട്ട് എന്ത് ചെയ്യും? 15 മിനിറ്റുള്ള ഡാറ്റ മുഴുവൻ എടുത്തിട്ട് ഒന്നിച്ചിട്ടുള്ള ഒരു വെയ്റ്റഡ് ആവറേജ് എടുത്തിട്ട് അതിനെയാണ് എന്ത് ചെയ്യുക? പ്രൈസ് ആയിട്ട് പറയുക. ക്ലിയർ? അങ്ങനെ കിട്ടുന്ന പ്രൈസ് ക്ലോസ് പ്രൈസ് എന്ന് പറയുന്നു. ഈ പ്രൈസ് എന്ത് ചെയ്യുന്നു? അത് ക്ലോസിങ് അവറിലുള്ള സ്റ്റോക്ക് പ്രൈസാണ്. ക്ലിയർ? ഇപ്പോൾ സാധാരണ നമ്മൾ അനാലിസിസിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്ത് പ്രൈസ് ആയിരിക്കും? ക്ലോസ് പ്രൈസാണ്. നമ്മൾ ക്ലോസിങ് പ്രൈസാണ് പെർ ഡേ പ്രൈസായിട്ട് നമ്മൾ സാധാരണ അനാലിസിസിന് വേണ്ടി ഉപയോഗിക്കുക. എങ്കിലും ചില കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എടുക്കാൻ വേണ്ടി ഓപ്പൺ പ്രൈസ് എത്രയാണ്, ഹൈ പ്രൈസ് എത്രയാണ്, ലോ പ്രൈസ് എത്രയാണെന്ന് കൂടെ നോക്കാറുണ്ട്. ക്ലിയർ? അപ്പോൾ ഡേ ടു ഡേ വൈസ് ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏത് പ്രൈസ് എടുക്കുക? ക്ലോസ് പ്രൈസ് മാത്രമേ എടുക്കുള്ളൂ. ക്ലിയർ? ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, തേർഡ് ഡേ ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ഒന്നാമത്തെ ദിവസത്തെ ക്ലോസിംഗ് പ്രൈസ്, രണ്ടാമത്തെ ദിവസത്തെ ക്ലോസിംഗ് പ്രൈസ് ഇങ്ങനെ എടുത്തിട്ടായിരിക്കും കമ്പാരിസൺ ചെയ്യുക. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ദി പ്രൈസ്. സോ നെക്സ്റ്റ് ഈസ് റിലേറ്റഡ് ടു വോളിയം. വാട്ട് ഈസ് വോളിയം? നമുക്കറിയാൻ പറ്റും. വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? അളവ് എന്നൊക്കെ പറയാം, അല്ലേ?
ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ്റെ അളവിനെയാണ് ഇവിടെ വോള്യൂം കൊണ്ട് മീൻ ചെയ്യുന്നത്. ക്ലിയർ? ഒരു സെക്യൂരിറ്റി എത്രമാത്രം ട്രേഡ് ചെയ്തു. ക്ലിയർ? സോ അതാണ് എന്ത് പറയുന്നത്, വോള്യൂം കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. വോള്യൂം രണ്ട് തരത്തിലും നമ്മൾ പറയാറുണ്ട്. ഒന്ന് ട്രേഡഡ് ക്വാണ്ടിറ്റി. ക്ലിയർ? ഒരു കമ്പനിയുടെ 3 ലക്ഷം ഷെയർസ് ഇന്ന് ട്രേഡ് ചെയ്തു, അല്ലെങ്കിൽ 20 ലക്ഷം ഷെയർ ട്രേഡ് ചെയ്തു, അല്ലെങ്കിൽ 50 ലക്ഷം ഷെയർസ് ട്രേഡ് ചെയ്തു. സോ ഇങ്ങനെ ഷെയർസിൻ്റെ ട്രേഡഡ് ക്വാണ്ടിറ്റി നമ്മൾ പറയും. ക്ലിയർ? അപ്പോൾ ട്രേഡഡ് ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിന് വോള്യൂം എന്ന് പറയും. ക്ലിയർ? ഈ വോള്യൂം കൂടുന്നതിൻ്റെ അർത്ഥം എന്താ? വോള്യൂം കൂടുന്നു പറഞ്ഞാൽ മാർക്കറ്റ് പോസിറ്റീവ് ആണെന്ന് അർത്ഥം. വോള്യൂം കുറയുന്നു പറയുമ്പോൾ എന്താണ്? മാർക്കറ്റ് നെഗറ്റീവായിട്ട് മാറുന്നു എന്നർത്ഥം. ക്ലിയർ? ഇപ്പോൾ കൂടുതൽ എപ്പോഴായിരിക്കും ആൾക്കാർ വാങ്ങിക്കുക, ഷെയർ വാങ്ങിക്കുക അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുക? അത് എന്തോ പോസിറ്റീവായിട്ടൊരു ടെൻഡൻസി കാണുമ്പോഴായിരിക്കും ഇങ്ങനെ ചെയ്യുക. ക്ലിയർ? അപ്പം ഇങ്ങനെ ട്രേഡഡ് വോള്യത്തിനൊരു പ്രത്യേകതയാണ്. അതുകൊണ്ട് നമ്മൾ ട്രേഡഡ് ക്വാണ്ടിറ്റി എടുക്കും. ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെയും എടുക്കാം, ട്രേഡഡ് എമൗണ്ട് വേണമെങ്കിലും എടുക്കാം. ക്ലിയർ? എത്ര രൂപയ്ക്ക് ട്രാൻസാക്ഷൻ നടന്നു. ക്ലിയർ? ഫോർ എക്സാമ്പിൾ 320 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ ഈ ഇന്ന കമ്പനിയുടെ ഷെയറിൽ നടന്നിട്ടുണ്ട്. ക്ലിയർ? അല്ലെങ്കിൽ 420 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. ട്രേഡഡ് എമൗണ്ടിൽ നമ്മൾ എടുക്കാറുണ്ട്. ക്ലിയർ? ഇപ്പോൾ ഷെയർ എന്ന് പറയുന്ന വോള്യൂം എന്ന് പറയുന്നത് ക്വാണ്ടിറ്റിയിലോ എമൗണ്ടിലോ കാണിക്കാം. ഓക്കെ, ഇതും നമ്മൾ ടെക്നിക്കൽ അനാലിസിസിന് റിലവൻ്റ് ആയിട്ടുള്ള ബിഹേവിയർ ഒക്കെ മനസ്സിലാക്കുന്നതിന് റിലവൻ്റ് ആയിട്ടൊരു ഡാറ്റയാണ്. ഓക്കെ, അടുത്ത് വരുന്നത് ടൈം പീരിയഡ് ആണ്. ക്ലിയർ? ടെക്നിക്കൽ അനാലിസിസുമായി ബന്ധപ്പെട്ട് നമ്മൾ ടൈമിനെ നോക്കുകയാണെങ്കിൽ ടൈം പല രീതിയിൽ നമ്മൾ സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെ പറയാം? ഇൻട്രാഡേ. ക്ലിയർ? ഇൻട്രാഡേ ടൈം. എന്താ ഇൻട്രാഡേ? ഒരു ദിവസത്തിനുള്ളിൽ തന്നെയുള്ള ടൈം. അതിനൊന്ന് പറയുക ഇൻട്രാഡേ. ക്ലിയർ? സോ 9 to 3:30 വരെയുള്ള സമയം അതിന് ഇൻട്രാഡേ ടൈമാണ്. ഇപ്പോൾ 9:15 ആണ് ഇൻഡെക്സ് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ 9:15 to 3:30. അപ്പോൾ അതാണ് നമ്മുടെ എന്താ പറയുക ഇൻട്രാഡേ. അതിൻ്റെ ഉള്ളിലുള്ള ഏത് സമയത്ത് നമ്മൾ ഇൻട്രാഡേ എന്നാണ് പറയുക. ഡെയിലി എന്ന് പറഞ്ഞാൽ എന്താ? Day 1, Day 2, Day 3, Day 4, Day 5 അല്ലേ? ഇങ്ങനെ വരാവുന്ന ഡെയിലി ബേസിസിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്ന് പറയും ഡെയിലി ട്രെൻഡ് എന്ന് പറയും. ക്ലിയർ? അപ്പോൾ ട്രെൻഡൊക്കെ എടുക്കുമ്പോൾ ഇൻട്രാഡേ ട്രെൻഡ് നമ്മൾ കാണാം. നമ്മൾ ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസ് കേൾക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ പേപ്പറിലൊക്കെ കൊടുക്കുന്നത് എന്ത് ട്രെൻഡാണ്? ഇൻട്രാഡേ ട്രെൻഡാണ്. ആ ദിവസത്തിലുള്ള ട്രെൻഡ് മാത്രമാണ് കൊടുക്കുക. ക്ലിയർ? ഒരു വീക്ക് ആകുമ്പോൾ, ഇപ്പോൾ വെള്ളിയാഴ്ച വരെ കഴിഞ്ഞു എന്ന് വിചാരിക്കുക. വെള്ളിയാഴ്ച വൈകുന്നേരമോ അല്ലെങ്കിൽ ശനിയാഴ്ചയോ അല്ലേ മാർക്കറ്റിൻ്റെ ചിലപ്പോൾ ഇൻഫർമേഷൻ കൺസോൾട്ടേറ്റ് ചെയ്ത് കൊടുക്കണം. അവിടെ എന്തുണ്ടാവും? Day 1 എത്രയായിരുന്നു, Day 2 എത്രയായിരുന്നു, Day 3 എത്രയായിരുന്നു അല്ലേ? അത് വീക്ക്ലി ഡാറ്റ കൊടുക്കുക. അപ്പോൾ ഓരോ ദിവസത്തെയും കൊടുക്കണം, 5 ദിവസത്തെയും കൊടുക്കണം. ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്താ? ഡെയിലി ആയിട്ടുള്ള ട്രെൻഡ് ആയിരിക്കും അവിടെ കാണിക്കുക. ക്ലിയർ? വീക്ക്ലി ഇതുപോലെ വീക്ക്ലി ട്രെൻഡ് നമുക്ക് എടുക്കാം, മന്ത്ലി ബേസ് ആയിട്ടുള്ള ട്രെൻഡ് എടുക്കാം, ഇയർലി ബേസ് ആയിട്ടുള്ള ട്രെൻഡ് എടുക്കാം. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് ടൈം പീരീഡ് അനാലിസിസിന് വേണ്ടി എടുക്കുമ്പോൾ ഇൻട്രാഡേ, ഡെയിലി, വീക്ക്ലി, മന്ത്ലി, ഇയർലി ഇങ്ങനെയൊക്കെ എടുക്കാം. ക്ലിയർ? ഇതിനനുസരിച്ചുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? പല ടെക്നിക്കൽ കാൽക്കുലേഷൻസും അനാലിസിസൊക്കെ ചെയ്തെടുക്കുന്നതിന് വേണ്ടി പീരീഡിനെ ഷോർട്ട് പീരീഡ് എന്നും അതുപോലെ ലോങ് പീരീഡ് എന്നും ഇൻ്റർമീഡിയറ്റ് പീരീഡ് എന്നും പറയാം. ക്ലിയർ? അപ്പോൾ ട്രെൻഡുകൾ എടുക്കുന്ന സമയത്ത് ഷോർട്ട് പീരീഡ് ട്രെൻഡ് ഉണ്ടാവും, ഇൻ്റർമീഡിയറ്റ് ട്രെൻഡ് ഉണ്ടാവും, ക്ലിയർ? ലോങ് ട്രെൻഡ് ഉണ്ടാവും. ക്ലിയർ? അപ്പോൾ അതൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പീരീഡിനെ ഷോർട്ട് പീരീഡ്, ഇൻ്റർമീഡിയറ്റ് പീരീഡ്, അതുപോലെ ലോങ് പീരീഡ്. അതുപോലെ പ്രൈസ് മൂവ്മെൻറ്റ്സിന് നോക്കാൻ വേണ്ടി പ്രൈസിൻ്റെ മൂവിങ് ആവറേജ് ഒക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഷോർട്ട് പീരീഡ് ആവറേജ്, ഇൻ്റർമീഡിയറ്റ് പീരീഡ് ആവറേജ് അല്ലെങ്കിൽ ലോങ് പീരീഡ് ആവറേജ് ഇതൊക്കെ എടുക്കാറുണ്ട്. ക്ലിയർ? അപ്പോൾ ഇത് ടൈം സെൻസിൽ വരുന്നൊരു കാര്യമാണ്. ദ നെക്സ്റ്റ് വൺ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് BREADTH ബ്രെഡ്ത്ത്. എന്താ ബ്രെഡ്ത്ത് കൊണ്ട് മീൻ ചെയ്യുന്നത്? സോ ഇറ്റ് ഈസ് ദി എക്സ്റ്റെൻഡ് ടു വിച്ച് പ്രൈസ് ചേഞ്ചസ് ഹാവ് ടേക്കൺ പ്ലേസ്. ക്ലിയർ? എത്ര അളവിലാണ്, ഏത് മാഗ്നിറ്റ്യൂഡിലാണ് പ്രൈസ് ചേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊണ്ടിരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ മെഷർ ചെയ്യുന്ന ഒരു ഇൻഡിക്കേഷനാണ് എന്ത്? ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. ക്ലിയർ? നമുക്കറിയാം അല്ലേ ബ്രെഡ്ത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ലെങ്ത്തും ബ്രെഡ്ത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? രണ്ട് സൈഡ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്താ പറയുന്നത്? ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇടതുവശം നിന്ന് വലതുവശം വരെയുള്ള ദൂരം. അതുപോലെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൈസ് മൂവ് ചെയ്യുന്നതുകൊണ്ടുണ്ട് അല്ലേ? ഈ മൂവ്മെൻറ്റ്സിൽ ഏത് തരത്തിലുള്ള മൂവ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്നു. പ്രധാനമായിട്ട് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാൽക്കുലേഷൻ എന്ന് പറയുന്നത് അഡ്വാൻസ് ടു ഡിക്ലൈൻ റേഷ്യോ ആണ്. ക്ലിയർ? ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ആകെ 1000 ഷെയർസ് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, 1000 കമ്പനികളുടെ ഷെയർ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ എത്ര ഷെയർ അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്, പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തു. എന്താ പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗ് പ്രൈസിനേക്കാളും കൂടുതൽ പ്രൈസിന് ക്ലോസ് ചെയ്തു. ക്ലിയർ? അതിന് നമ്മൾ നമ്പർ ഓഫ് അഡ്വാൻസിങ് ഷെയർസ് എന്ന്. ക്ലിയർ? അതുപോലെ ചില ഷെയർസിൻ്റെ വാല്യൂ ഒക്കെ കഴിഞ്ഞ ദിവസത്തെക്കാളും മോശമായിട്ടുണ്ടാകും, കുറഞ്ഞു പോയിട്ടുണ്ടാകും. അപ്പോൾ അതിന് നമ്മൾ എന്ത് പറയും?
ഡിക്ലൈനിങ് ഷെയർസ് എന്ന് പറയും. അപ്പോൾ നമ്പർ ഓഫ് ഡിക്ലൈനിങ് ഷെയർസ്, ഇങ്ങനെ അഡ്വാൻസിങ് ഷെയർസിൻ്റെ എണ്ണവും ഡിക്ലൈനിങ് ഷെയർസിൻ്റെ എണ്ണവും അതുപോലെ ചേഞ്ച് ഒന്നും ഇല്ലാത്ത ഷെയർസിൻ്റെ എണ്ണവും എടുക്കുന്നു. ക്ലിയർ? എന്നിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ, കൂടുതൽ കമ്പനികളുടെ ഷെയർസ് അഡ്വാൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ട്രെൻഡാണ് അല്ലേ, മാർക്കറ്റ് അപ് ട്രെൻഡായിട്ട് വരുന്നൊരു ട്രെൻഡാണ് നമുക്ക് പറയാൻ പറ്റും. ഇതിനെ പറയുന്ന പേരാണ് ബുള്ളിഷ് ട്രെൻഡ്. ക്ലിയർ? അതുപോലെ തന്നെ കൂടുതൽ കമ്പനികളുടെ ഷെയർസ് ഡൗണിലേക്കാണ് പറയുന്നത്, ഡിക്ലൈൻ ചെയ്തിരിക്കുകയാണ്, കുറച്ച് കമ്പനികളുടെ ഷെയർ മാത്രമേ അഡ്വാൻസ് ചെയ്തിട്ടില്ലെങ്കിലോ അതൊരു ബിയറിഷ് ആയിട്ടുള്ള ട്രെൻഡായിട്ട് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ? അപ്പം ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ബ്രെഡ്ത്ത് അനാലിസിസ് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. ക്ലിയർ? ഓപ്പൺ ഇൻട്രസ്റ്റ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. എന്താണ് ഓപ്പൺ ഇൻട്രസ്റ്റ്? പ്രത്യേകിച്ച് ഇത് ഓപ്ഷൻസും ഫ്യൂച്ചേഴ്സും പറയുന്ന ഡെറിവേറ്റീവ് സെക്യൂരിറ്റീസിൽ വരുന്ന ഒരു കാര്യമാണ്. ക്ലിയർ? ഡെറിവേറ്റീവ്സിൻ്റെ പ്രത്യേകത എന്താ? അതിനൊരു നിശ്ചിത മെച്യൂരിറ്റി പീരീഡ് ഉണ്ടാവും. അത് അന്നത്തെ ദിവസം മാത്രം ട്രേഡ് ചെയ്യുന്നതല്ല, ഒരു നിശ്ചിത പീരീഡ് വരെ. ക്ലിയർ? ഓരോ മാസത്തിൻ്റെ അല്ലെങ്കിൽ 1 മന്ത് 2 മന്ത് 3 മന്ത് ഇങ്ങനെയൊക്കെ വെച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ വരാവുന്ന ട്രേഡിങ്ങിൽ ക്ലിയർ അതിൽ അൺഎക്സ്പയർഡ് ആയിട്ടുള്ള അൺഎക്സസൈസ്ഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റുകൾ അല്ലേ, എല്ലാ ഓപ്ഷൻ കോൺട്രാക്റ്റുകളും എല്ലാ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്താ ഒരു കോൺട്രാക്റ്റാണ്. ക്ലിയർ? നമ്മൾ ഇതിന് പിന്നീട് പഠിക്കും എന്താണ് ഡെറിവേറ്റീവ്സ് എന്ന്. ക്ലിയർ? അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ക്ലിയർ ഒരു ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻസിൻ്റെ ഫ്യൂച്ചേഴ്സോ ഓപ്ഷൻസിൻ്റെ ഒരു കോൺട്രാക്റ്റ്, ട്രേഡിങ് ബൈയിങ് ആൻഡ് സെല്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ കോൺട്രാക്റ്റ്. ക്ലിയർ? അൺഎക്സ്പയർഡ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പയറി കഴിയാത്ത. അപ്പോൾ അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും ഈ കോൺട്രാക്റ്റിന്, അത് കഴിഞ്ഞ ശേഷം ട്രേഡ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ? അപ്പോൾ അൺഎക്സ്പയർഡ് ആയിട്ടുള്ളതും അൺഎക്സസൈസ്ഡ്. എക്സസൈസ് പറഞ്ഞാൽ എന്താ? അത് വിനിയോഗിക്കുക. ക്ലിയർ? ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഈ ഇതിൻ്റെ ഓപ്ഷൻ എപ്പോൾ വേണമെങ്കിലും വിനിയോഗിക്കാം. ക്ലിയർ? അത് എൻ്റർ ചെയ്ത സമയം മുതൽ അത് എക്സ്പയർ ആവുന്ന സമയത്തിൻ്റെ ഏത് സമയത്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം? ഓപ്ഷൻ എക്സസൈസ് ചെയ്യാം. ക്ലിയർ? ഇത് ചെയ്യാതെ എടുത്തു വയ്ക്കുന്ന സമയം. ക്ലിയർ? ഇങ്ങനെ അൺഎക്സ്പയർഡ് ആയിട്ട് വരുന്ന അൺഎക്സ്പയർഡും അൺഎക്സസൈസ്ഡും ആയിട്ട് വരുന്ന ഔട്ട്സ്റ്റാൻഡിങ് കോൺട്രാക്റ്റുകൾ. ക്ലിയർ? അപ്പോൾ അത് നിലനിൽക്കുന്ന കോൺട്രാക്റ്റുകളാണ്. ക്ലിയർ? ഇങ്ങനെ വരുന്ന ഔട്ട്സ്റ്റാൻഡിങ് കോൺട്രാക്റ്റുകളെ നമ്മൾ പറയുന്ന പേരാണ് ഓപ്പൺ ഇൻട്രസ്റ്റ്. അപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ അളവ് കൂടുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? കൂടുതൽ ആൾക്കാർ എന്തോ പോസിറ്റീവ് ബിഹേവിയർ പ്രതീക്ഷിക്കുന്നു എന്നർത്ഥം. ക്ലിയർ? അതുപോലെ ഓപ്പൺ ഇൻട്രസ്റ്റ് വളരെ കുറഞ്ഞു എന്ന് വിചാരിക്കുക, അതിൻ്റെ അർത്ഥം എന്താ? പോസിറ്റീവ് ബിഹേവിയർ പ്രതീക്ഷിക്കുന്നില്ല എന്നർത്ഥം. ക്ലിയർ? ആൾക്കാർ വിറ്റ് അഴിക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് എക്സസൈസ് ചെയ്ത് അതിനെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നർത്ഥം. അങ്ങനെ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ അളവ് നോക്കിക്കഴിഞ്ഞാൽ ഒരു മാർക്കറ്റിൽ ഡെയിലി ബേസിസ് ഉണ്ടാകുന്ന ഓപ്പൺ ഇൻട്രസ്റ്റ് കൊട്ടേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ഓപ്പൺ ഇൻട്രസ്റ്റ്. ക്ലിയർ? സോ ടോട്ടൽ നമ്പർ ഓർ എമൗണ്ട് ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് കോൺട്രാക്ട്സ്, അതിനെയാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുക. ക്ലിയർ? ടോട്ടൽ നമ്പർ ഓഫ് total amount of unexpired and unexercised outstanding contracts existing in the stock market. Okay. Then bid price വേറൊരു പ്രധാനപ്പെട്ട ടേമാണ്. ക്ലിയർ? ബിഡ് പ്രൈസ്. ബിഡ് പ്രൈസും ആസ്ക് പ്രൈസും, ബിഡ് കൊട്ടേഷനും ആസ്ക് കൊട്ടേഷനും, ഇങ്ങനെ രണ്ടായിട്ടാണ് നമ്മൾ പ്രൈസുകളെ കോട്ട് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ അങ്ങനെ വരുന്ന ബിഡ് ആസ്ക് പ്രൈസുകൾ എന്തൊക്കെയാണ്? ഒന്ന് ബിഡ് പ്രൈസ്. സോ ഇറ്റ് ഈസ് ദി ഹയസ്റ്റ് പ്രൈസ് that the buyer or the market maker is willing to pay for a security. Clear? ഒരു സെക്യൂരിറ്റി വാങ്ങിക്കുന്നതിന് വേണ്ടി ഒരു ബയ്യർ ഓഫർ ചെയ്യുന്ന ഹയസ്റ്റ് പ്രൈസിനെയാണെന്ന് പറയുക ബിഡ് പ്രൈസ് എന്ന് പറയുക. സോ ഇറ്റ് ഈസ് ദി ഹയസ്റ്റ് പ്രൈസ് ദാറ്റ് എ ബയ്യർ ഈസ് വില്ലിംഗ് ടു പേ ഫോർ എ സെക്യൂരിറ്റി ഇൻ ദ മാർക്കറ്റ്. ക്ലിയർ? അപ്പോൾ ഒരു കൊട്ടേഷൻ നമ്മൾ കൊടുക്കും, മാർക്കറ്റിലൊരു കോട്ടിങ് നടത്താമെന്ന് വിചാരിക്കുക ബൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത്ര രൂപ വരെ നമ്മൾ വേണമെങ്കിൽ വാങ്ങിക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? 100 രൂപയ്ക്ക് വരെ വാങ്ങിക്കാമെന്ന് വിചാരിക്കുക അല്ലേ? അത് ഹയസ്റ്റ് പ്രൈസാണ്. അപ്പോൾ 90 രൂപയ്ക്ക് കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കാൻ പറ്റും, 89 രൂപയ്ക്ക് കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കാൻ പറ്റും, 99 രൂപയ്ക്ക് കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കാൻ പറ്റും. ക്ലിയർ? അപ്പോൾ അങ്ങനെ ഹയസ്റ്റ് പ്രൈസിനാണ് നമ്മൾ കോട്ട് ചെയ്യുക. ക്ലിയർ? സോ ദാറ്റ് ഈസ് കോൾഡ് ബിഡ് പ്രൈസ്. ആരാണ് ചെയ്യുന്നത്? ബയ്യറാണ്. ബയ്യറുടെ വില്ലിംഗ് പ്രൈസാണ്. ക്ലിയർ? ഈ പ്രൈസാണ് ആർക്ക് കിട്ടുക? സെല്ലർക്ക് കിട്ടുക. ക്ലിയർ? ശരി. ദെൻ ആസ്ക് പ്രൈസ്. എന്താ ആസ്ക് പ്രൈസ്? ഇത് ഇറ്റ് ഈസ് എ ലോവസ്റ്റ് പ്രൈസ് എ സെല്ലർ ഓർ എ മാർക്കറ്റ് മേക്കർ ഈസ് വില്ലിംഗ് ടു അക്സെപ്റ്റ് ഫോർ എ സെക്യൂരിറ്റി. ക്ലിയർ? ഇറ്റ് ഈസ് ദി ലോവസ്റ്റ് പ്രൈസ്. ക്ലിയർ? സെല്ലർ കോട്ട് ചെയ്യുന്ന പ്രൈസാണ് എന്ത്? ആസ്ക് പ്രൈസ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇപ്പോൾ സെല്ലർ എന്ത് ചെയ്യുന്നു? വിൽക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നു, ഇന്ന വിലയ്ക്ക് വാങ്ങിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ക്ലിയർ? അപ്പോൾ അത് ആസ്ക് ചെയ്യുകയാണ് അല്ലേ? അപ്പോൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് ഇതെന്താണ്? ഇത് ലോവസ്റ്റ് പ്രൈസാണ്. ക്ലിയർ? ലോവസ്റ്റ് പ്രൈസ് ദാറ്റ് സെല്ലർ ഈസ് willing to accept, clear, for security.
ഓക്കെ, ഇപ്പോൾ ഇവിടെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള പ്രൈസ് ആയിരിക്കും കോട്ട് ചെയ്യുക. ക്ലിയർ? ഫോർ എക്സാമ്പിൾ 100 രൂപ ഒരു ഷെയർ വെക്കാൻ വേണ്ടി 100 രൂപ എന്ന് വിചാരിക്കുക. 120 രൂപ കിട്ടിയാൽ വേണ്ടെന്ന് പറയുമോ? പറയില്ല. 110 രൂപ കിട്ടിയാൽ വേണ്ടെന്ന് പറയുമോ? ഇല്ല. പക്ഷേ 100 രൂപയിൽ കുറഞ്ഞാൽ എന്ത് ചെയ്യും? വിൽക്കില്ല എന്ന് പറയും. ക്ലിയർ? അതുകൊണ്ട് ലോവസ്റ്റ് പ്രൈസ് ആയിട്ടാണ് ഈ ആസ്ക് പ്രൈസ് കോട്ട് ചെയ്യുക. ക്ലിയർ? അപ്പോൾ അത് അതിനേക്കാളും കൂടുതൽ കിട്ടുകയാണെങ്കിൽ അതൊക്കെ വിൽക്കാൻ പറ്റും, അതിനേക്കാളും കുറഞ്ഞ് വരികയാണെങ്കിൽ അത് വിൽക്കില്ല. ക്ലിയർ? ഈ രീതിയിൽ ബിഡ് പ്രൈസ് ഉണ്ടാവും, ആസ്ക് പ്രൈസ് ഉണ്ടാവും. ഇതിനെ ബിഡ് കൊട്ടേഷൻ എന്ന് പറയും, ആസ്ക് കൊട്ടേഷൻ എന്ന് പറയും. ക്ലിയർ? ഈ ബിഡിനെയും ആസ്കും തമ്മിൽ എന്ത് ചെയ്യുന്നു? സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു? മാച്ച് ചെയ്യുന്നു. ക്ലിയർ? ട്രേഡിങ്ങിനെ മാച്ച് ചെയ്യുന്നു. ഇതിനനുസരിച്ചിട്ടാണ് ഷെയറുകൾ വാങ്ങിക്കുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നതിന് സാധിക്കുന്നു. ക്ലിയർ? അപ്പോൾ ഇതാണ് ബിഡ് പ്രൈസും ആസ്ക് പ്രൈസും. ദെൻ സ്പ്രെഡ്. ഈ ബിഡിൻ്റെയും ആസ്കിൻ്റെയും ഡിഫറൻസിനെ പറയുന്ന പേരാണെന്ത്? സ്പ്രെഡ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ബൈ ആസ്ക്, ബിഡ് ആസ്ക് കൊട്ടേഷൻ. ക്ലിയർ? ഇവിടെ ബൈ എന്നാണ് കൊടുത്തിരിക്കുന്നത്, യു മേ കറക്റ്റ് ഇറ്റ് ആസ് ബിഡ്. ക്ലിയർ? അപ്പോൾ ഇതിനെ എന്താക്കി മാറ്റുക? ബിഡ് എന്ന് പറയുന്നത്. ബിഡ് ആസ്ക്. ക്ലിയർ? ബിഡും ആസ്കിൻ്റെയും ക്ലിയർ കൊട്ടേഷൻസ് ആണ്. ഇതിൻ്റെ ഡിഫറൻസിനെയാണ് സ്പ്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് വരാം. ദറ്റ് ഈസ് കോൾഡ് അഡ്വാൻറ്റേജസ് ഓഫ് ടെക്നിക്കൽ അനാലിസിസിൻ്റെ അഡ്വാൻറ്റേജ് എന്നാണ്. ക്ലിയർ? കൂടുതൽ നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുമെങ്കിലും ഇപ്പോൾ പ്രധാനമായിട്ടും ഈ പോയിൻ്റായിട്ട് നോക്കിപ്പോവാം. ഫോക്കസ് ഓൺ പ്രൈസസ്. ഇവിടെ കൂടുതലായിട്ട് എന്തിനെ ഫോക്കസ് ചെയ്യുന്നു? പ്രൈസ് മൂവ്മെൻറ്റ്സിനെ കുറിച്ച് ഫോക്കസ് ചെയ്യുന്നു. ക്ലിയർ? ഏതെങ്കിലും ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് അല്ലേ ആ വാല്യൂവിൽ സ്റ്റിക്ക് ചെയ്യുന്നതിനേക്കാളും അല്ലേ അതിന് റിലവൻസ് ഇല്ലാത്തൊരു വാല്യൂവിൽ സ്റ്റിക്ക് ചെയ്യുന്നതിനേക്കാളും കറണ്ട് മാർക്കറ്റിൽ പ്രൈസ് എങ്ങനെ മൂവ് ചെയ്യുന്നു എന്നാണ് ടെക്നിക്കൽ അനാലിസിസ് നോക്കുന്നത്. ക്ലിയർ? സോ ഇറ്റ് ഫോക്കസ് ഓൺ മാർക്കറ്റ് പ്രൈസ്. ക്ലിയർ? ഫണ്ടമെൻ്റൽ അനാലിസിസിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്താ? അല്ലേ അതിൻ്റെ കാൽക്കുലേഷൻ ചിലപ്പോൾ ഇറെലവൻ്റ് ആയിട്ട് മാറാം. അത് ചെയ്ത് വരുമ്പോഴേക്ക് ഇൻഫർമേഷൻ ചിലപ്പോൾ ഇറെലവൻ്റ് ആയിട്ട് മാറാം. ഇൻട്രിൻസിക് വാല്യൂ ചിലപ്പോൾ അതല്ലാതായിട്ട് മാറാം. ക്ലിയർ? ഇങ്ങനെയൊക്കെ സാധ്യതയുണ്ട്. ഇവിടെ അങ്ങനെയാണോ? അല്ല, മാർക്കറ്റിൽ ഇപ്പോഴുള്ള പ്രൈസിനെയാണ് അനലൈസ് ചെയ്യുന്നത്. ദെൻ സപ്ലൈ, ഡിമാൻഡ് ആൻഡ് പ്രൈസ് ആക്ഷൻ. അല്ലേ നമ്മൾ ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഭാഗമായി പ്രൈസ് നിശ്ചയിക്കപ്പെടുന്നത് എന്തിനനുസരിച്ചാ? ദ ഫോഴ്സസ് ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ്. അല്ലേ സാധാരണ ഒരു മാർക്കറ്റ് മെക്കാനിസത്തിൽ ഉണ്ടാവുന്ന ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇൻ്ററാക്ഷൻ വഴിയാണ് പ്രൈസസ് ഒക്കെ നിശ്ചയിക്കപ്പെടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ പറ്റും. ദെൻ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസ്. ക്ലിയർ? സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രൈസ് മൂവ്മെൻറ്റ്സിനെയൊക്കെ ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ സപ്പോർട്ട് ലെവൽ എന്താണ്, റെസിസ്റ്റൻസ് ലെവൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാം. എന്താണ് സപ്പോർട്ട് ലെവൽ, എന്താണ് റെസിസ്റ്റൻസ് ലെവൽ നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. എങ്കിലും ഇപ്പോൾ എന്താണ് സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് പറഞ്ഞാൽ ഏതോ ഒരു ഷെയറിൻ്റെ പ്രൈസ് ഏതോ ഒരു ലെവലിനേക്കാളും താഴ്ന്നു വരാതെ ഏതോ ഒരു ലെവലിൽ എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു? വീണ്ടും കൂടാനുള്ള സാധ്യത ഉണ്ടാവും. ക്ലിയർ? അപ്പോൾ അതിനേക്കാളും കുറഞ്ഞ ഷെയറിൻ്റെ പ്രൈസ് ഒരിക്കലും വരില്ല. അങ്ങനെ ഷെയറിൻ്റെ പ്രൈസ് കുറയാത്ത, ക്ലിയർ, ഏതോ ഒരു വാല്യൂവിനേക്കാളും കുറയില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ വാല്യൂവിനെ എന്ത് പറയും? സപ്പോർട്ട് പ്രൈസ് എന്ന് പറയും, സപ്പോർട്ട് ലെവൽ എന്ന് പറയും. ക്ലിയർ? അതുപോലെ തന്നെയാണ് റെസിസ്റ്റൻസ് ലെവൽ. ഷെയറിൻ്റെ പ്രൈസ് കൂടി വരികയാണെങ്കിലും വളരെ കൂടുതലില്ല അല്ലേ, ഏതോ ഒരു പർട്ടിക്കുലർ ലെവലിൽ എത്തുമ്പോൾ അതിൻ്റെ കൂടുതൽ എന്ന് പറയുന്നത് നിൽക്കും അല്ലേ. അങ്ങനെ ഈ കൂടി വരുന്ന ടെൻഡൻസി നിന്ന് പോകുന്ന, ഹാൾട്ട് ചെയ്യപ്പെടുന്ന, ക്ലിയർ, ഒരു ലെവൽ ഓഫ് പ്രൈസിന് നമ്മൾ എന്ത് പറയും? റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ദെൻ പിക്ടോറിയൽ പ്രൈസ് ഹിസ്റ്ററി. നമുക്ക് പ്രൈസ് ഹിസ്റ്ററി, പ്രൈസിൻ്റെ ഡാറ്റ ക്ലിയർ എങ്ങനെ കിട്ടുന്നു? പിക്ചർ രൂപത്തിൽ, ഡയഗ്രാം രൂപത്തിൽ കിട്ടുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു നേട്ടമാണ്. എന്തൊക്കെയാണത്? അതിൻ്റെ പ്രധാനമായിട്ടും വരുന്ന ഇൻഡിക്കേഷൻ, ഇറ്റ് ഐഡൻറ്റിഫൈസ് റിയാക്ഷൻ പ്രയർ ടു ആൻഡ് ആഫ്റ്റർ സം ഈവൻറ്റ്. ഓരോ ഈവൻറ്റ് വരുമ്പോഴും അതിന് മുമ്പും അതിന് പിൻപും ക്ലിയർ എന്താണ് പ്രൈസ് റിയാക്ഷൻ വന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇറ്റ് ഐഡൻറ്റിഫൈസ്, ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് വൊളാറ്റിലിറ്റി. അല്ലേ സ്റ്റോക്ക് മാർക്കറ്റിലെ പ്രൈസസിലുള്ള ചേഞ്ചിൻ്റെ ചേഞ്ചിങ് നേച്ചർ, അതിന് പറയുന്ന പേരാണ് വൊളാറ്റിലിറ്റി. അപ്പോൾ വൊളാറ്റിലിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഐഡൻറ്റിഫൈസ് ട്രെൻഡ്സ് ആൻഡ് ട്രെൻഡ് റിവേഴ്സൽ. ട്രെൻഡ് എന്താണ്, ട്രെൻഡ് റിവേഴ്സൽ എന്താണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ക്ലിയർ? ദെൻ ഐഡൻറ്റിഫൈസ് വോളിയം ഓർ ട്രേഡിംഗ് ലെവൽസ്. എത്രമാത്രം വോളിയമാണ് ട്രേഡ് ചെയ്യുന്നത് അല്ലേ, ഏത് ലെവൽസിൽ ട്രേഡ് ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഐഡൻറ്റിഫൈസ് റിലേറ്റീവ് സ്ട്രെങ്ത്. ക്ലിയർ? അപ്പോൾ ഇൻക്രീസിങ് ചെയ്യുന്ന സ്റ്റോക്കുകളുടെ എണ്ണമാണോ കൂടുതൽ, ഡിക്രീസിങ് ചെയ്യുന്ന സ്റ്റോക്കുകളുടെ എണ്ണമാണോ കൂടുതൽ, ക്ലിയർ, ഇതിനനുസരിച്ച് ബുള്ളിഷ് ആണോ ബിയറിഷ് ആണോ, ഇതിൽ ഏതിനാണ് പ്രാധാന്യം എന്നൊക്കെ നമ്മൾ നോക്കുന്നതാണ് റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന് പറയുക. അപ്പോൾ ആ റിലേറ്റീവ് സ്ട്രെങ്ത് ഒക്കെ മെഷർ ചെയ്തെടുക്കാൻ ഇതിലൂടെ പറ്റും. ക്ലിയർ? ഇതൊക്കെ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാം.
പക്ഷേങ്കിലും ടെക്നിക്കൽ അനാലിസിന് കുറേയധികം ക്രിറ്റിസിസം ഉണ്ട്. എന്താണ് ക്രിറ്റിസിസം പ്രധാനമായിട്ടും വരുന്നത്? നമ്പർ 1, ബയസ് ഓഫ് അനലിസ്റ്റ്. പ്രത്യേകിച്ച് ടെക്നിക്കൽ അനലിസ്റ്റ് ചെയ്യുന്ന ആളുടെ, ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുന്ന ആളുകളുടെ ബയസ്നെസ്, അല്ലേ, പക്ഷപാതപരമായിട്ടുള്ള അവരുടെ പ്രവൃത്തികൾ, അല്ലേ, അവർ ചില സ്റ്റോക്ക് സജസ്റ്റ് ചെയ്യും, ചിലത് സജസ്റ്റ് ചെയ്യില്ല. ഇങ്ങനെയുള്ള ബയസ്നെസ് ഒരു പക്ഷേ ഇതിൻ്റെ ഒരു ക്രിറ്റിസിസമായിട്ട് നമുക്ക് പറയാം. ദെൻ ഓപ്പൺ ടു മെനി ഇൻ്റർപ്രിട്ടേഷൻ. ടെക്നിക്കൽ അനാലിസിസ് കിട്ടുന്ന ഇൻഫർമേഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പല രീതിയിലും ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഒരാൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ഒരു രീതിയിലായിരിക്കും, വേറൊരാൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് വേറെ രീതിയിലായിരിക്കും. ക്ലിയർ? സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ അനലിസ്റ്റ്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ക്രിറ്റിസിസമാണ്. ദെൻ ലേറ്റ് എക്സസൈസ്, അല്ലേ, പാസ്റ്റ് ഡാറ്റയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എന്തായിട്ട് പറയുന്നു? ഒരു ലേറ്റ് എക്സസൈസ് ആയിട്ട് പറയുന്നു, അല്ലേ. കഴിഞ്ഞ കാലത്തെ ഡാറ്റയെ നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ അതിൽ നിന്ന് ചില ടെൻഡൻസി മനസ്സിലാക്കാന്നല്ലാതെ അതുകൊണ്ട് റിലവൻസ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത് ഒരു ലേറ്റ് എക്സസൈസ് എന്നുള്ള രീതിയിലാണ് പറയപ്പെടുന്നത്. അതൊരു ലിമിറ്റേഷനായിട്ട്, ക്രിറ്റിസിസമായിട്ട് പറയാറുണ്ട്. ദെൻ ആബ്സെൻസ് ഓഫ് വെൽ ഡിഫൈൻഡ് ലെവൽസ്. ക്ലിയർ? നമ്മൾ നേരത്തെ ഫണ്ടമെന്റൽ അനാലിസിസ് ഒക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു കറണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് പ്രൈസ് ഇൻട്രിൻസിക് വാല്യൂവിനെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ തീരുമാനം എടുക്കുക. അപ്പോൾ ഇൻട്രിൻസിക് വാല്യൂ എന്താ? ഒരു ലെവലാണ്, അല്ലേ. അതിനേക്കാളും കൂടുണ്ടോ കുറയോ നോക്കി നമുക്ക് ബൈയിങ് സെല്ലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ അങ്ങനെ ഒരു ലെവലൊന്നും ഇല്ലാത്തതുകൊണ്ട്, അല്ലേ. സോ ആബ്സെൻസ് ഓഫ് എ വെൽ ഡിഫൈൻഡ് ലെവൽ, അല്ലേ, അതില്ലാത്തതുകൊണ്ട് അതും എന്തിനു കാരണമായിട്ട് വരുന്നു? ഒരു ക്രിറ്റിസിസമായിട്ട് പറയാറുണ്ട്. ലാക്ക് ഓഫ് യൂണിഫോമിറ്റി. ക്ലിയർ? ടെക്നിക്കൽ അനാലിസിസ് എന്തില്ല? ഒരു യൂണിഫോം ആയിട്ടുള്ളൊരു അപ്രോച്ച് ഒന്നുമില്ല. ക്ലിയർ? പല രീതിയിലും ഇത് ചെയ്യുന്നു. ഓക്കെ, അതുകൊണ്ട് ഇത് ഒരു ലിമിറ്റേഷനായിട്ട് പറയുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്ന ടെക്നിക്കൽ അനാലിസിസിൻ്റെ ലിമിറ്റേഷൻസ്. ഇനി ടൂൾസ് ഓഫ് ടെക്നിക്കൽ അനാലിസിസ്. കുറേയധികം ടൂൾസ് ടെക്നിക്കൽ അനാലിസിസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ടൂൾസ് എന്താണെന്ന് മാത്രം പറഞ്ഞു പോകുക, അതിനെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നമ്മൾ പഠിക്കുന്നുണ്ട്. ക്ലിയർ? എന്തൊക്കെയാണ് ടൂൾസ്? ഒന്ന് ചാർട്ടുകളാണ്. ക്ലിയർ? ചാർട്ടിങ്. ടെക്നിക്കൽ അനാലിസിസ് പറയുന്ന ഒരു പേര് തന്നെ എന്താ? ചാർട്ട് അനാലിസിസ് എന്നാണ്, അല്ലേ. ചാർട്ടിങ് ആണ്. അപ്പോൾ ചാർട്ടിങ് ഒരു പ്രധാനപ്പെട്ട ടെക്നിക്ക് ആയതുകൊണ്ട് ഒരു ടൂളാണ് ചാർട്ടുകൾ. എന്തൊക്കെ ചാർട്ടുകളാണുള്ളത്? സോ ചാർട്ട് തന്നെ പലതരത്തിൽ വരാം. ദേ ആർ ലൈൻ ചാർട്ട്. ക്ലിയർ? ബാർ ചാർട്ട്. ക്ലിയർ? ദെൻ കാൻഡിൽ സ്റ്റിക്ക് ചാർട്ട്, പോയിന്റ് ആൻഡ് ഫിഗർ ചാർട്ട്. ഇതിൽ ഓരോന്നും എന്തൊക്കെയാണെന്ന് നമ്മൾ പിന്നീട് നോക്കും. ക്ലിയർ? ഇപ്പോൾ ചാർട്ടുകൾ ഇങ്ങനെ 4 തരത്തിലാവും. ഓക്കെ. ദെൻ ട്രെൻഡുകൾ. അടുത്ത ട്രെൻഡുകളെ കുറിച്ച് നമ്മൾ നോക്കും. അതൊരു ടൂളായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഈ ചാർട്ടിൽ നിന്ന് എടുക്കുന്ന ക്ലിയർ ഇൻഫർമേഷനാണ് ട്രെൻഡ് എന്ന് പറയാം. അത് സെപ്പറേറ്റ് ആയിട്ടും പറയാം, അല്ലെങ്കിൽ നമ്മൾ ചാർട്ടിൻ്റെ ഉൾപ്പെടുത്തിയിട്ടും പറയാം. ക്ലിയർ? ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പറയുന്നു. ഓക്കെ. ട്രെൻഡിൽ എങ്ങനെയൊക്കെ വരാം? ട്രെൻഡുകൾ തന്നെ റൈസിങ് ട്രെൻഡ് ഉണ്ട്, ഫോളിങ് ട്രെൻഡ് ഉണ്ട്, ഫ്ലാറ്റ് ട്രെൻഡ് ഉണ്ട്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ ട്രെൻഡുകളെ കുറിച്ച് നമ്മൾ നോക്കാറുണ്ട്. ക്ലിയർ? നമ്മൾ ഇപ്പോഴത്തെ കറണ്ട് ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കും. ക്ലിയർ? അതുപോലെ ട്രെൻഡ് റിവേഴ്സൽസ് ഉണ്ടാവും. ഈ ട്രെൻഡുകളുടെ റിവേഴ്സൽ അതിന് നമ്മൾ എന്തൊക്കെ ടൈപ്പായിട്ടാണ് നമ്മൾ പറയുക? റൈസിങ് ടു ഫോളിങ്, ഫോളിങ് ടു റൈസിങ്, ഫ്ലാറ്റ് ടു റൈസിങ്, ഫ്ലാറ്റ് ടു ഫോളിങ്. ക്ലിയർ? ഇങ്ങനെ ട്രെൻഡ്, നേരത്തെ പറഞ്ഞിരിക്കുന്ന ട്രെൻഡിന് റിവേഴ്സ് വരുന്ന കാര്യം, ക്ലിയർ? അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന കാര്യം. അപ്പോൾ അതാണ് ട്രെൻഡ് റിവേഴ്സൽസ് എന്ന് പറയുക. അപ്പോൾ ഇതും നമ്മൾ പിന്നീട് എന്താണെന്ന് നോക്കാം. ഓക്കെ. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ വേറൊരു ടൂളാണ്. ഓക്കെ. അപ്പോൾ ഇതും പാറ്റേൺ ആയിട്ടോ ചാർട്ടിൻ്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ എങ്കിലും സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ നമ്മൾ നോക്കുന്നു. സപ്പോർട്ട് ലെവലും റെസിസ്റ്റൻസ് ലെവലും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, അല്ലേ. അപ്പോൾ ഏത് ലെവൽ വെച്ചിട്ടാണോ പ്രൈസിൻ്റെ ഡിക്രീസിങ് നേച്ചർ നിന്ന് പോകുന്നത്, അല്ലേ, അത് പിന്നീട് അതിനേക്കാളും താഴ്ന്നു വരാത്തത്, ആ ലെവൽ ഓഫ് പ്രൈസ് നമ്മൾ എന്ത് പറയും? സപ്പോർട്ട്. ക്ലിയർ? ലെവൽ എന്ന് പറയും. അതുപോലെ റൈസിങ് ആയിട്ട് വരുന്ന പ്രൈസസ് ഏതോ ഒരു ലെവലിൽ വെച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു, അതിനേക്കാളും കൂടുന്നില്ല, ആ ലെവലിന് എന്ത് പറയും? റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയും. അപ്പോൾ ഈ സപ്പോർട്ടും റെസിസ്റ്റൻസ് ലെവലൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്നു. ദെൻ പാറ്റേൺസ്. അടുത്ത് വരുന്ന ഒരു കാര്യമാണെന്ത്? പാറ്റേണുകൾ. എന്താ പാറ്റേൺസ്? ചില ഫോർമേഷൻസ്, ഷേപ്പുകൾ. ക്ലിയർ? സ്റ്റോക്ക് മാർക്കറ്റിലെ ഡാറ്റ നമ്മൾ ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ കർവ്. ക്ലിയർ? അതിൻ്റെ വര, അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന അതിനെ സ്മൂത്ത് കർവായിട്ട് വരയ്ക്കണേ അത് ചില പ്രത്യേക ഷേപ്പായിട്ട് മാറുന്നു. ക്ലിയർ? ഈ ഷേപ്പിനെ, ഫോർമേഷൻസിനെ പറയുന്ന പേരാണ് പാറ്റേൺസ്. ക്ലിയർ? അത് 2 തരത്തിലുള്ള പാറ്റേൺസ് ഉണ്ട്. കണ്ടിന്യൂവേഷൻ പാറ്റേൺസ് ഉണ്ട്, റിവേഴ്സൽ പാറ്റേൺസ് ഉണ്ട്. ക്ലിയർ? ഈ ഓരോ പാറ്റേണിലും, കണ്ടിന്യൂവേഷൻ പാറ്റേണിലും റിവേഴ്സൽ പാറ്റേണിലും കുറേ ടൂളുകളുണ്ട്. ക്ലിയർ? അത് നമ്മൾ എന്തൊക്കെയാണ് പിന്നീട് നമുക്ക് പാറ്റേൺസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നോക്കാം. ദെൻ ഇൻഡിക്കേറ്റേഴ്സ്. ഇപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് പ്രധാനമായിട്ടും സൂചകങ്ങളാണ്. ക്ലിയർ?
മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഡാറ്റയിൽ നിന്ന് കിട്ടുന്ന പ്രൈസ് ഇൻഫർമേഷൻ കിട്ടുന്ന ചില സൂചകങ്ങൾ. അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ചില ഇൻഡിക്കേറ്റേഴ്സിനെ ലീഡിങ് ഇൻഡിക്കേറ്റേഴ്സ് പറയും. ക്ലിയർ? ചില ഇൻഡിക്കേറ്റേഴ്സിനെ ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സ് പറയും. ലീഡിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അല്ലേ, വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് സൂചന നൽകുമ്പോൾ ലീഡിങ്. ലാഗിങ് എന്താ, നടന്നു കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് സൂചന നൽകുമ്പോൾ ലാഗിങ്. അതുപോലെ ഓസിലേറ്റേഴ്സ്. ക്ലിയർ? ഇതിനെ ബൗണ്ടഡ് ഇൻഡിക്കേഷൻ എന്ന് വേണമെങ്കിലും പറയാം. എന്താ ബൗണ്ടഡ്? ഏതോ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ 0 to 100, ക്ലിയർ, അല്ലെങ്കിൽ 0 to 1, ഇങ്ങനെ ഏതോ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന അതിനെ എന്ത് പറയും, ഓസിലേറ്റേഴ്സ്, ഓസിലേഷൻസ് എന്നാണ് പറയുക. ക്ലിയർ? സോ ഇങ്ങനെയുള്ള ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഇത് ടൂൾസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂസൊക്കെ ഒരു പർട്ടിക്കുലർ റേഞ്ചിൻ്റെ ഉള്ളിലായിരിക്കും. ക്ലിയർ? അതിനെ ബേസ് ചെയ്തിട്ടാണ് തീരുമാനം എടുക്കുക. ഓക്കെ. സോ 100, 0 to 100, അതിൽ 70 above ആണെങ്കിൽ ഇന്നതാണ്. ക്ലിയർ? അതുപോലെ 20 below ആണെങ്കിൽ ഇന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓസിലേറ്റേഴ്സ്. അതുപോലെ നോൺ ബൗണ്ടഡ് ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട്. ചിലത് എന്തായിരിക്കില്ല, ഈ വാല്യൂസിൻ്റെ ഇടയിലായിരിക്കില്ല. ക്ലിയർ? അല്ലാത്ത തന്നെ ഒരു വാല്യൂ ആയിരിക്കും കിട്ടുക. ഇങ്ങനെ വരുന്നതിന് നമ്മൾ നോൺ ബൗണ്ടഡ് ഇൻഡിക്കേറ്റേഴ്സ് പറയും. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് ആണ് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സുകളിലായിട്ട് നോക്കുന്നത്. ക്ലിയർ?